ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ഫ്രൈഡേ ഗൈഡൻസ് ആണ്, അതായത് April 25th എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നത്തെയും പോലെ നിങ്ങൾ ഫസ്റ്റ് പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ എനർജീസ് എന്താണ്? താങ്ക് യു. ഇന്നത്തെ ദിവസം ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ കാർഡ്സിലെല്ലാം ഫോർവേഡ് മൂവ്മെൻറ്റ്, ഒത്തിരി പീസ്, സമാധാനത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് എന്തെങ്കിലും പോർട്ടൽ, എന്തെങ്കിലും ന്യൂ എനർജി കൂടെ കടന്നു പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ച് പേർക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം. നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്തിട്ട്, റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ട്. കുറച്ച് പേർക്ക് മാരേജിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം ലൈഫിലും ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സന്തോഷം കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് ഒത്തിരി ചാലഞ്ചസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഇമോഷണലി ആയിരിക്കാം, പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ആൻസിസ്ട്രൽ പാറ്റേൺസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ എനർജീസ് വരണ സമയത്ത് എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാം, എങ്ങനെ അതിനെ പോസിറ്റീവ് രീതിയിൽ ഹാൻഡിൽ ചെയ്യാം, ആ ഒരു തീമാണ് മെയിനായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ മെസ്സേജിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും എനർജിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് പോസിബിൾ ആകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് റെസ്പോൺസ് കൊടുക്കുന്നത്, എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്, ആ ഒരു തീം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ശാരീരിക ബുദ്ധിമുട്ട്, ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ്. ഇവിടെ കിങ് ഓഫ് വോൺസ് വന്നിട്ട് കുറച്ചും കൂടെ വിഷണറിയുടെ എനർജി, ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുക. ക്രൗൺ ചക്ര ഒത്തിരി ക്ലിയർ ആയിരിക്കും, എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അവിടെയെല്ലാം വ്യക്തത, ക്ലാരിറ്റി വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അവിടെ കുറച്ചൊരു ചാലഞ്ച് കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ എനർജിയുള്ള വ്യക്തികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കൽ വാങ്ങലിൻ്റെ എനർജിയിലായിരിക്കാം കുറച്ച് പേർക്ക് ചാലഞ്ച് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ഇമോഷണലി, കുറച്ചും കൂടെ പ്ലേഫുൾ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് അഡ്വൈസ് ആയിട്ട് പറയുന്നത് കുറച്ചൊരു സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം, മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം കുറച്ചൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഫസ്റ്റ് പീസ്, കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആ ഒരു എനർജിയിലിരുന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് യാത്രകൾ, ട്രാവലിൻ്റെ എനർജിയാണ്. അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഒരു ഗൈഡൻസ് ആയിട്ട് പറയുന്നത് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. നിങ്ങളുടെ ഹാർട്ട് ചക്ര വന്നിട്ട് പെട്ടെന്നുള്ള ഇമ്പൾസിൽ വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും എനർജീസ് വരുമ്പോൾ നിങ്ങളതിനോട് റിയാക്ട് ചെയ്യാതിരിക്കുക. ആവശ്യത്തിന് റെസ്പോൺസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. വ്യക്തതയോടുകൂടി പറയാനായിട്ടും ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക്
ഒരു പാഷൻ്റെ, ഒരു ഇൻസ്പിറേഷൻ്റെ, ഒരു പ്രചോദനത്തിൻ്റെ കുറവായിരിക്കാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ മുന്നോട്ട് നയിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു വിന്നറാണ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി എൻ്റെ ഉള്ളിലുണ്ട്, ആ ഒരു എനർജിയും നിങ്ങളുടെ ഉള്ളിൽ ക്യാരി ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഈ ഒരു ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ എനർജി, ഫൈനൽ ഗൈഡൻസ് എന്താണ്? പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഐ ഹാവ് ദ പെർഫെക്റ്റ് ലിവിങ് സ്പേസ്. കുറച്ച് പേർക്ക് ഹോം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ കുറച്ചൊരു കെയർ, അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അഗെയിൻ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഐ സീ മൈസെൽഫ് ലിവിങ് ഇൻ എ വണ്ടർഫുൾ പ്ലേസ്. It fulfills all my needs and desires. It's in a beautiful location and at a price I can afford. ഇവിടെ പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മളെങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ കാണുന്നത്, എങ്ങനെയാണ് അത് നമ്മളുടെ ഉള്ളിലോട്ട് എടുക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്ക് നമുക്ക് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടാകാം, നല്ല ഹോം, നല്ല അറ്റ്മോസ്ഫിയർ എല്ലാം ഉണ്ടാകാം. പക്ഷേ ആ ഒരു സ്പേസിലിരുന്നിട്ടും നമുക്കൊരു കംഫർട്ട് ഇല്ലാത്ത പോലെ, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് സ്പേസിലാണോ ഇരിക്കുന്നത്, എന്ത് സിറ്റുവേഷനാണോ ഉള്ളത്, അത് ഉള്ളിലോട്ട് അതുപോലെ ഉൾക്കൊള്ളാനായിട്ട്, അക്സെപ്റ്റൻസിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട്, കാണാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ട്രാവലിൻ്റെ എനർജി വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ, കറക്റ്റ് പ്ലേസ്, അല്ലെങ്കിൽ എന്താണ് അവിടെ പോയി ചെയ്യേണ്ടത്, അതിലെല്ലാം ഫസ്റ്റ് ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആദ്യം പറഞ്ഞ സെയിം കാര്യമാണ്, വ്യക്തത കൊണ്ടുവരിക, ക്ലാരിറ്റി കൊണ്ടുവരിക. അത് നിങ്ങളെ പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയും വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ചൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വാങ്ങുക അല്ലെങ്കിൽ കൊടുക്കുക, അങ്ങനത്തെ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതെല്ലാം ശ്രദ്ധിക്കുക. ഈ ഒരു ദിവസം വന്നിട്ട് കുറച്ച് പേർക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ നീഡ്സ്, നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നല്ല നല്ല പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, റിലാക്സ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ ഗൈഡൻസ് എന്താണെന്ന്. പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. പൈൽ നമ്പർ 2യുടെ എനർജീസ് എന്താണ്? ഏസ് ഓഫ് കപ്സ്, ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് ആ ഒരു സ്നേഹം, കാരുണ്യം ഷെയർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി ഇന്നത്തെ ദിവസം തീമായിട്ട് വരുന്നുണ്ട്. ബാക്കിൽ കണ്ടോ 2 ഓഫ് കപ്സിൻ്റെ എനർജി, എഗെയിൻ യൂണിയൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് കോംപ്രമൈസിൻ്റെ എനർജി തീമായിട്ട് വരുന്നുണ്ട്. ഒത്തൊരുമയോടുകൂടി എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ തൻ്റെ ഒപ്പീനിയൻസ് കറക്റ്റായിട്ട് ഷെയർ ചെയ്യാം, അതെല്ലാം ഒരു മെയിൻ എനർജി ആയിട്ട് ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എനർജി കൊടുക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കുന്നത്, അതെല്ലാം ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സ്, 8 ഓഫ് സോഡ്സിൻ്റെ എനർജി, പേജ് ഓഫ് സോഡ്സ്, അഗെയിൻ സോഡ്സ് ആണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ, എന്തെങ്കിലും ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂ ഐഡിയ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക്ഡ് എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എഴുതുമ്പോഴായിരിക്കാം, എന്തെങ്കിലുമൊക്കെ റൈറ്റേഴ്സ് ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഐഡിയ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും എനർജിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ഒരു പോസിറ്റീവ് ചേഞ്ച്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെസ്സേജ് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ന്യൂസ് വരുന്നതായിരിക്കാം കുറച്ച് പേരുടെ ലൈഫിൽ വന്നിട്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് ചാലഞ്ച് ചെയ്യുന്നതായിട്ടും നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് റൈറ്റ് നൗ. ഓക്കെ, അപ്പോൾ ആ ഒരു ചാലഞ്ച് മറികടക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളത് വോക്കലി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ അത് ക്ലിയർ ആക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻസ്, അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ത്രൂ നിങ്ങളതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ എന്താണോ ലൈഫിൽ കൊണ്ടുവരേണ്ടത് അതിൽ നിങ്ങൾ ഓവറായിട്ട് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചൊരു ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. കുറച്ചൊരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എനർജി ഈശ്വരനിൽ സമർപ്പിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടെംപ്റ്റേഷൻസ് ആയിരിക്കാം, പ്രലോഭനങ്ങളായിരിക്കാം, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമായിരിക്കും. അപ്പോൾ അവിടെയും കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. മറ്റുള്ളവർ നിങ്ങളെ കൊണ്ടിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമാജിനേഷൻ പവറും ഇവിടെ കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സങ്കല്പശക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇമാജിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒൺലി തിങ് ഓവർ അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസിൽ നിങ്ങൾ ഓവറായിട്ട് എനർജി നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, ഫൈനൽ എനർജി. ഓക്കെ, താങ്ക് യു. I am willing to forgive in the എനർജിയാണ്. Forgiveness of myself and others releases me from the past. Forgiveness is the answer to almost every problem. Forgiveness is a gift to myself. I forgive and I set myself free. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പാസ്റ്റിലായിരിക്കാം, ഇന്നത്തെ ദിവസമായിരിക്കാം. അപ്പോൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എടുത്തു ചാടി പെട്ടെന്നൊരു ആവേശത്തിൽ വന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നില്ല, എഗെയിൻ ആ ഒരു മാനിഫെസ്റ്റേഷനാണ്, ഉത്തരം ലഭിക്കുന്നില്ല, ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെയും കുറച്ചൊരു സെൽഫ് കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓവറോൾ നിങ്ങളെയും മറ്റുള്ളവരെയും ഫൊർഗീവ് ചെയ്യുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഫ്രീ ആക്കി നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളെ ലിമിറ്റഡായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കഴിവുകളെ കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ നിങ്ങളെ ലിമിറ്റഡായിട്ട് നിർത്തുന്നുണ്ട്, നിങ്ങളുടെ കുറവുകൾക്ക് നിങ്ങൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ആ ഒരു പെർസീവിയറൻസിൻ്റെ എനർജി, പ്രയത്നിക്കാനായിട്ടുള്ള ഒരു എനർജി, അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി ബ്ലെസ്സിങ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്.
അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.